എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കപ്സ കിറ്റ് വെച്ച് ഈസിയായി നമുക്കൊരു കപ്സ ഉണ്ടാക്കാം. ഈ ഒരു കപ്സ കിറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ 1 കിലോഗ്രാം കപ്സ അരി ഉണ്ടാവും. കപ്സ മസാല, ടേസ്റ്റ് മേക്കർ, 100 മില്ലിയുടെ ഒരു സൺഫ്ലവർ ഓയിൽ, ചെറിയ ഒരു സ്പൈസസിന്റെ പാക്ക്, കെച്ചപ്പ് ഇവയൊക്കെയാണ് ഇതിലുണ്ടാവുക. നമ്മൾ 1.25 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1 കിലോ അരി കഴുകി ഊറ്റി 20 മിനിറ്റ് വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട്. 5 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വലിയ കുടം വെളുത്തുള്ളി, 100 ഗ്രാം ഇഞ്ചി, 6 മുതൽ 8 വരെ പച്ചമുളക് ഇവയൊക്കെയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 7 തക്കാളി വെള്ളത്തിലിട്ട് വേവിക്കുന്നുണ്ട്. ഇത് വെന്ത് കഴിഞ്ഞ ശേഷം ഒന്ന് അരച്ചെടുക്കണം. ഇനി കിറ്റിലെ കൂടാതെ കുറച്ചുകൂടി സ്പൈസസ് നമ്മൾ ഇടുന്നുണ്ട്. അതിനായി 1 ടീസ്പൂൺ കുരുമുളക്, 1 ബേ ലീഫ്, 2 ചെറിയ പീസ് തക്കോലം, 3 ഏലക്കയുടെ ഉള്ളിലെ അരി, 6 ഗ്രാമ്പു, 3 ചെറിയ കഷ്ണം കറുകപ്പട്ട ഇവയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെക്കുക. ഇതിൽ കിറ്റിലുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസ്, അതായത് ഗ്രാമ്പു, കറുകപ്പട്ട, തക്കോലം ഇവയൊക്കെ ഇട്ട് കൊടുക്കുക. മൂത്ത് വരുമ്പോൾ സവാള അരിഞ്ഞതും ഇട്ട് വഴറ്റുക. അതിന്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഉപ്പിടുക. അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ഇട്ട് വഴറ്റുക. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും കൂടെ ഇടുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റുക. പച്ചമണം പോകുമ്പോൾ ചിക്കൻ ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. 2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് വേവിച്ച തക്കാളി അരച്ചെടുക്കാം. അരച്ച തക്കാളി അളന്നൊഴിക്കുക. അരി അളക്കുന്ന അതേ കപ്പിൽ തന്നെ വെള്ളവും എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ 3 കപ്പ് അരി എടുത്തിരുന്നു, അതുകൊണ്ട് നമുക്ക് 6 ഗ്ലാസ് വെള്ളം എടുക്കാം. ഇതിൽ 1 കപ്പ് തക്കാളി വെള്ളവും 5 കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇടുക. ഒന്ന് ഇളക്കുക. അതിനുശേഷം ഉപ്പ് നോക്കാം. ഒരു 2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇടുക. കിറ്റിലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളും മല്ലി, ബേ ലീഫ്, ഉണക്ക നാരങ്ങ ഇവയും ഇട്ട് കൊടുക്കാം. കിറ്റിലുള്ള മസാലപ്പൊടി, ടേസ്റ്റ് മേക്കർ ഇവയും ഇടുക. നന്നായി വെള്ളം തിളച്ചു കഴിഞ്ഞാൽ അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ ചോറ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായി അടച്ചു വെച്ചാൽ ഒരു 20 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. ഇപ്പോൾ നമ്മുടെ രുചികരമായ കപ്സ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് ഈസിയായി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.